ശ്രീ സി ആർ രാധാകൃഷ്ണൻ, ഈ 2025 ഈ ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണല്ലോ ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആ കേസിന്റെ തുടക്കം അന്വേഷിച്ചപ്പോൾ തന്നെ PS പ്രശാന്തിന് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു റോൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി വയലേഷനുണ്ട്, കോടതി ഉത്തരവിൻ്റെ ലംഘനമുണ്ട്. കാരണം ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളല്ലല്ലോ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ എത്തുന്നത്, പ്രത്യേകിച്ചും അഭിഭാഷകനായ ഒരാൾ. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സമീപനം ആയിരുന്നു. അപ്പോൾ തന്നെ വളരെ കൃത്യമായി തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് PS പ്രശാന്തിനെ തൊടാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ ഒന്ന്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് HRA ആക്ട് അനുസരിച്ച് ഈ ദേവതകളുടെ സ്വത്തും പൂജകളും താല്പര്യങ്ങളും സംരക്ഷിക്കാനാണ് ഇവരുടെ ബാധ്യത, ഇവരുടെ നിയമനം അതാണ്, ഇവരുടെ ഉത്തരവാദിത്വം അതാണ്. അപ്പോൾ ഇവർ ഈ കാലത്ത് ഒരുപാട് വീഴ്ചകൾ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആരംഭകാലത്ത് ഈ 2025 ഈ കേസ് വരുന്നു, ഇതെടുത്തുകൊണ്ട് പോയപ്പോഴാണ് റിപ്പോർട്ട് പോയത്. പക്ഷേ കോടതി ആ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് സൂപ്രണ്ട് ഓഫ് പോലീസിനോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അദ്ദേഹം അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഒപ്പിടേണ്ടത് ഈ ബഹുമാനപ്പെട്ട PS പ്രശാന്തും ബോർഡുമാണ്. അപ്പോൾ അദ്ദേഹം ആ റിപ്പോർട്ടിൽ ഈ 2018-19 ഊന്നിപ്പറയുകയും ഇത് വളരെ നിശബ്ദമായൊരു സമീപനം ഇതിനോട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കോടതി ആദ്യം SIT ഫോം ചെയ്യുകയും അന്വേഷണം വരികയും ചെയ്തു. SIT അന്വേഷണത്തിലാണ് ഇതിനകത്തും ഗുരുതരമായ ക്രമക്കേടുണ്ടെന്ന് ഫർദർ റിപ്പോർട്ട് വരികയും അങ്ങനെ കോടതി അടുത്ത ഒരു 6-7 ഇൻ്ററിം ഓർഡറുകൾ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻ്ററിം ഓർഡറിലാണ് 2015 ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അന്ന് സ്റ്റാറ്റ്യൂട്ടറി വയലേഷനുണ്ട്, കോർട്ട് ഓർഡറിൻ്റെ ലംഘനമുണ്ട്, അന്വേഷിക്കണമെന്ന് ഓർഡറായി. അതനുസരിച്ചാണ് പിന്നീട് അവർ അന്വേഷിക്കാൻ വന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ മുമ്പിൽ ഈ 2024-25 ഇത് ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ തന്നെ 2019 40 വർഷം വാറണ്ടിയാണ് അന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കമ്പനിക്കെതിരെ നിയമ നടപടിയാണ് ആദ്യം ചിന്തിക്കേണ്ടത് ബോർഡ്, അല്ലാതെ ഇത് പറിച്ചിളക്കിക്കൊണ്ട് പോകുന്ന കാര്യമല്ല. അതൊക്കെ വന്ന് അതിനുശേഷം ഇതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതുമാത്രമല്ല, ഈ ധർമ്മസ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ ആ 2 വർഷക്കാലം വളരെ പതറ്റിക്കായ ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 1949 കവനൻറ്റും 50 HRA ആക്ട് അനുസരിച്ച് ഒരു കോമ്പൻസേഷൻ ഗവൺമെൻറ് കൊടുക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സ്റ്റേറ്റ് മേടിച്ചാണ് തരുന്നത്. 80 ലക്ഷം രൂപയാണ്. ആദ്യം 40.5 ആയിരുന്നു, പിന്നെ 80. ഇത് 4 വർഷമായി ഇദ്ദേഹത്തിൻ്റെ കാലവും അതിന് തൊട്ടു മുമ്പുള്ളവരും വാങ്ങിച്ചിട്ടേയില്ല, ഗവൺമെൻറ് കൊടുത്തിട്ടുമില്ല. അത് ബലമായി അദ്ദേഹം ഇതാവശ്യപ്പെട്ട് ഒരു കത്ത് പോലും ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ 2-3 ജില്ലകളിൽ നാഷണൽ ഹൈവേ 66 എടുത്ത വസ്തുവിൻ്റെ സ്ട്രക്ചറൽ കോമ്പൻസേഷൻ എന്ന് ഞാൻ പറഞ്ഞത് മതിലിടിച്ചത്, ഈ കാണിക്ക മണ്ഡപം ഇടിച്ചത്, ഗോപുരങ്ങൾ ഇടിച്ചത്, ഇതിനുള്ള സ്ട്രക്ചറൽ കോമ്പൻസേഷൻ 20 കോടി രൂപ അനുവദിച്ചത് റവന്യൂ അതോറിറ്റി മേടിച്ചുകൊണ്ട് പോയി. ഇദ്ദേഹം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. ഈ ധർമ്മസ്ഥാപനത്തിൻ്റെ വകയാണ്. ഇതും ഇദ്ദേഹം ബോർഡ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ശാസ്താംകോട്ട കോളേജിൻ്റെ കോമ്പൗണ്ട് 100 ചില്ലുവാനും ഏക്കർ സ്ഥലം ദേവസ്വം ബോർഡിന് പട്ടയമുള്ളതാണ്. ഏതോ കളക്ടറേറ്റിൽ നിന്നൊരു കത്ത് വന്നു, ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, നിങ്ങളത് പാട്ടത്തിന് എടുത്തിരിക്കുകയാണ്, പാട്ടം അടച്ചു കൊടുത്തു. പിന്നീട് വലിയ വിവാദമായി. ഇതൊക്കെ ഈ അതുപോലെ തന്നെ അച്ചൻകോവിലെ പമ്പിളി ലാൻഡിനോടനുബന്ധിച്ച വസ്തു ബന്ധവസാക്കുന്നത്, ഇങ്ങനെ കാശി സത്രം അത് ബോംബെ IITക്ക് എസ്റ്റിമേറ്റ് പാസ്സാക്കി അതിനുള്ള പണവും അനുവദിച്ച് മുൻ ബോർഡ് അനുവദിച്ച് ഇട്ടുകൊടുത്തിട്ട് ഈ 2 വർഷം ഒരു കല്ല് പോലും വയ്ക്കാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔട്ട് ഓഫ് ടെറിട്ടറിയിലുള്ള ധർമ്മസ്ഥാപനമുണ്ട്, കാക്കൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് രാമനാട് ഡിസ്ട്രിക്റ്റിലെ ഒരു 50-100 ഏക്കർ സ്ഥലമുള്ളൊരു എസ്റ്റേറ്റ്. എവിടെ ആരുടെ കയ്യിലാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ അതിന് ഭരണമില്ല, അവിടെ ആരും പോകുന്നില്ല. അവിടെ തിരുപ്പുലാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്, എവിടെയാണെന്നറിയില്ല.
ഇമ്മാതിരിയുള്ള ഭരണ വൈകല്യങ്ങൾ മുഴുവൻ അരങ്ങേറിയത്. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെയും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ കുറേ ശരിയാണ്. അദ്ദേഹം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും സാറ് ഒരു കാര്യം ഞാൻ പറയാം, തലപ്പത്തിരിക്കുന്നവർക്ക് താല്പര്യമില്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ താല്പര്യം അതിനനുസരിച്ചേ നീങ്ങുകയുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല. അച്ചൻകോവിലെ തേക്ക് പ്ലാന്റേഷൻ സംബന്ധിച്ചുള്ള നടപടികൾ, അതുപോലെ തന്നെ ദേവസ്വം ഈ ക്ഷേത്രങ്ങളിൽ കെട്ടിയിട്ടുള്ള അനധികൃത ഈ വേസ്റ്റ് സാധനങ്ങൾ, ഈ ഓടും മണിയും ഇതൊക്കെ ഏതാണ്ട് 40 കോടി രൂപയുടെ വരുമാനം വരേണ്ടതാണ്. അത് സമയത്ത് ചെയ്തില്ല. അതുപോലെ തന്നെ ഗോൾഡ് റിസർവിൽ ഈ അൺസർവീസബിളായ ഗോൾഡുകൾ റിസർവ് ബാങ്കിൽ റിസർവ് വയ്ക്കാൻ ഒരു ഓർഡർ കൊടുത്തു. ആ ഓർഡർ സമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതുകൊണ്ട് ബോർഡിന് കോടികളുടെ നഷ്ടമാണ്. പലിശ ഇനത്തിലുള്ള 500 കിലോ സ്വർണം വച്ചത് റിസർവ് ബാങ്ക് ആദ്യം 2% പലിശ, അവസാനം അവർ 1.4% പലിശ കുറച്ചു. ആ കുറച്ചതിന് ശേഷമാണ് കൊണ്ടുവയ്ക്കാൻ പറ്റിയത്. ഇതൊക്കെ തന്നെ ഈ കാലത്ത് ഈ ധർമ്മസ്ഥാപനത്തിനോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഈ ഭരണത്തിന് നിയോഗിക്കപ്പെട്ട ബോർഡുകാരുണ്ട്. ഇതൊക്കെ കൂടെ പരിശോധിക്കുമ്പോൾ ഒരു ഇരുണ്ട കാലമാണ് ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലം എന്ന് പറയാതിരിക്കാൻ വയ്യ.